വി എൻ വാസവന്റെ MLA ഓഫീസിന് മുന്നിലേക്കാണ് ഇപ്പോൾ BJPയുടെ മാർച്ചാണ് സംഘർഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലാവണം ആ പ്രതിഷേധം. ഇന്ന് രാവിലെ മുതൽ ED റെയ്ഡ് 21 ഇടങ്ങളിൽ സൈമിൾട്ടേനിയസായി രാവിലെ മുതൽ തുടങ്ങുന്ന റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. സ്വർണ്ണക്കൊള്ളയിലാണെന്ന് തോന്നുന്നു BJPയുടെ പ്രതിഷേധം. അവിടെ ജലപീരങ്കി പ്രയോഗം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വലിയൊരു പ്രതിഷേധം എന്ന് പറയാനുണ്ടോ എന്നറിയില്ല. BJPയുടെ അത്ര തിരുവനന്തപുരത്തെ ഒരു പ്രവർത്തക സംഘാടനവും പങ്കാളിത്തമാണെങ്കിൽ ഇത്ര പ്രവർത്തകരെ ഉണ്ടാവുള്ളൂ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ഇത് എന്തായാലും എന്താണ് കാരണം എന്നതും ഏത് രീതിയിലാണ് പോലീസ് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതും ഈ പറയുന്ന ബാരിക്കേഡ് തള്ളി മാറ്റൽ തുടങ്ങിയ സമരത്തിൻ്റെ സ്ഥിരം രീതികൾ ഇവിടെയും കാണുന്നുണ്ട്. പലയാവർത്തി ജലപീരങ്കി പ്രയോഗത്തിൽ ഇനി പ്രവർത്തകർ പിരിഞ്ഞു പോയതാണോ എന്നും അറിയില്ല. എന്തായാലും ദൃശ്യത്തിൽ അങ്ങനെ അത്ര വലിയ ഒരു പ്രവർത്തക പങ്കാളിത്തം കാണുന്നില്ല. BJPയുടെ ആണോ യുവമോർച്ചയുടെ ആണോ എന്നുകൂടി നമുക്കറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണെന്ന് തോന്നുന്നു ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള മാർച്ച് വി എൻ വാസവന്റെ ഓഫീസിന് മുന്നിലേക്കാണ്, വി എൻ വാസവന്റെ വസതിയിലേക്കാണ് ആ മാർച്ച് ഇപ്പോൾ പുരോഗമിക്കുന്നത്. BJP പ്രവർത്തകരാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് അങ്ങോട്ടേക്കുള്ള മാർച്ച്. ഏറ്റവും ഒടുവിൽ വന്ന ഇടക്കാല ഉത്തരവിലും പറയുന്നത് ഈ പാളികൾ അപ്പാടെ പോയി എന്നുള്ള സംശയമാണ് കോടതി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ഗുരുതരമാണ്, കൂടുതൽ ഞെട്ടലുണ്ടാക്കുന്നതാണ്. VSSCയിലെ പരിശോധനയ്ക്ക് ശേഷവും ആ പാളികൾ അപ്പാടെ മാറ്റി എന്ന സംശയമടക്കം കോടതി സൂചിപ്പിക്കുമ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങൾ കണക്കാണ്. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ ചേരുന്നു. ടോബി, കോട്ടയത്ത് BJP സംഘടിപ്പിച്ച മാർച്ചാണോ? ദൃശ്യങ്ങളിൽ വലിയൊരു പ്രവർത്തക പങ്കാളിത്തം കാണാനില്ല. ഹാഷ്മി, ഇത് മന്ത്രി വി എൻ വാസവന്റെ ഓഫീസിലേക്ക്, ഏറ്റുമാനൂരിലെ ഓഫീസിലേക്കാണ് BJP ഈ മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ചാണ് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മുൻപ് വെച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷോൺ ജോർജ് അടക്കമുള്ള നേതാക്കളാണ് ഈ മാർച്ചിന് നേതൃത്വം നൽകിയത്. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ് സമാനമായ രീതിയിൽ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് BJP സമാനമായ രീതിയിൽ ഒരു മാർച്ച് നടന്നു. അന്നും സമാനമായ രീതിയിൽ വലിയ സംഘർഷവും ജലപീരങ്കി പ്രയോഗിക്കുന്നതുമൊക്കെ കണ്ടതാണ്. അതിന് സമാനമായ രീതിയിലാണ് ഇന്നും കാര്യങ്ങൾ പോകുന്നത്. ബാരിക്കേഡ് തകർത്ത് അകത്തേക്ക് ആ ഓഫീസിന്റെ പ്രദേശത്തേക്ക് ഓടിക്കയറാനുള്ള ശ്രമം BJP പ്രവർത്തകർ നടത്തുന്നുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോൾ അവരെ തടഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ജലപീരങ്കി കൂടി പ്രയോഗിച്ചിരിക്കുന്നത്. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പ്രവർത്തകരാരും തന്നെ അവിടുന്ന് പിരിഞ്ഞു പോയിട്ടില്ല. അവരവിടെ തന്നെ തമ്പടിച്ചു നിൽക്കുകയാണ്. ആ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ BJP നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രതിഷേധം മന്ത്രിയുടെ ഓഫീസിലേക്ക്, MLA ഓഫീസാണ് ഏറ്റുമാനൂരുള്ളത്, ആ MLA ഓഫീസിലേക്ക് ഇപ്പോൾ പ്രതിഷേധ മാർച്ചുമായി BJP എത്തിയിരിക്കുന്നത്. BJPയുടെ ജില്ലാ നേതൃത്വങ്ങളും അതുപോലെ തന്നെ മറ്റ് നേതാക്കളും എല്ലാം തന്നെ അവിടെയുണ്ട്. പ്രാദേശിക നേതാക്കളുമുണ്ട്. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ അവിടെ തമ്പടിച്ച് തന്നെ നിൽക്കുകയാണ്. എന്തായാലും ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ആളുകൾ, ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല. ഹാഷ്മി, ജലപീരങ്കി പ്രയോഗത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ദേവസ്വം മന്ത്രിയുടെ വസതിയിലേക്കാണ് BJP പ്രവർത്തകരുടെ പ്രതിഷേധം. ED റെയ്ഡ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇന്നലെ കോടതിയിലേക്ക് വന്ന ഇടക്കാല തുടരന്വേഷണ റിപ്പോർട്ടടക്കം കോടതിയുടെ ഇടക്കാല ഉത്തരവടക്കം ആ പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുന്നതുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.